ഫിഫ ലോകകപ്പ് 2026 മൂന്നാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് കരുത്തിന്റെ യഥാർത്ഥ പ്രകടനം കാഴ്ചവെച്ചു. ലോക ചാമ്പ്യന്മാരിൽ ഒരാളായ ഫ്രാൻസിനെ 6-4 എന്ന സ്കോറിന് കീഴടക്കി ഇംഗ്ലണ്ട് ലോകകപ്പിലെ മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. ആദ്യ പകുതിയിൽ തന്നെ മത്സരത്തിന്റെ ഗതി ഇംഗ്ലണ്ട് നിർണയിച്ചു. രണ്ടാം പകുതിയിൽ ഫ്രാൻസ് തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും അവസാനം വിജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. മത്സരത്തിന് മുമ്പേ ഇംഗ്ലണ്ട് ആരാധകരെ അമ്പരപ്പിച്ച ഒരു തീരുമാനമാണ് പരിശീലകൻ എടുത്തത്. സ്ഥിരം നായകൻ ഹാരി കെയ്നെ ബെഞ്ചിലിരുത്തി ഡിക്ലാൻ റൈസിനെയാണ് ക്യാപ്റ്റനായി ഇറക്കിയത്. എന്നാൽ ആ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് ഇംഗ്ലണ്ട് പുറത്തെടുത്തത്. കളി തുടങ്ങി 3-ാം മിനിറ്റിൽ തന്നെ ഡിക്ലാൻ റൈസ് ഇംഗ്ലണ്ടിന്റെ ആദ്യ ഗോൾ നേടി ടീമിന് സ്വപ്ന തുടക്കം സമ്മാനിച്ചു. ആദ്യ ഗോളിന്റെ ആവേശം കൂടും മുമ്പേ ഫ്രാൻസിന്റെ പ്രതിരോധം വീണ്ടും തകർന്നു. 18-ാം മിനിറ്റിൽ എസ്രി കോൺസ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഗോൾ നേടി ലീഡ് ഇരട്ടയാക്കി. തുടർന്ന് ആക്രമണം തുടർന്ന ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിക്കും മുമ്പ് ബുക്കയോ സാക്കിയിലൂടെ 2 ഗോളുകൾ കൂടി നേടി. കിലിയൻ എംബാപ്പെ പോലൊരു ലോകോത്തര താരമുണ്ടായിട്ടും ഫ്രാൻസ് ആദ്യ പകുതിയിൽ കാര്യമായ അവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല. ഇംഗ്ലണ്ടിന്റെ അതിവേഗ ആക്രമണവും കൃത്യമായ പ്രതിരോധവും ഫ്രഞ്ച് താരങ്ങളെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കി. ഫ്രാൻസ് പരിശീലകൻ ദിദിയർ ദശാംസിന്റെ 14 വർഷം നീണ്ട പരിശീലക ജീവിതത്തിലെ അവസാന മത്സരമായതിനാൽ ഈ തോൽവി അദ്ദേഹത്തിന് വലിയ നിരാശയായി. എന്നാൽ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് പൂർണ്ണമായും മാറിയൊരു ടീമായാണ് കളത്തിലിറങ്ങിയത്. ഇടവേളയ്ക്ക് ശേഷം നടത്തിയ തന്ത്രപരമായ മാറ്റങ്ങൾ ഫലം കണ്ടു. 48-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പെ ഫ്രാൻസിന്റെ ആദ്യ ഗോൾ നേടി തിരിച്ചുവരവിന് തുടക്കമിട്ടു. പിന്നാലെ 54-ാം മിനിറ്റിൽ ബ്രാഡ്ലി ബർക്കോളയും ഗോൾ നേടി ലീഡ് കുറച്ചു. ഫ്രാൻസിന്റെ ആക്രമണം ശക്തമാക്കിയപ്പോൾ 66-ാം മിനിറ്റിൽ വീണ്ടും എംബാപ്പെ വല കുലുക്കി. ഈ ഇരട്ട ഗോളോടെ ലോകകപ്പ് ടൂർണമെന്റിലെ എംബാപ്പയുടെ ആകെ ഗോൾ നേട്ടം 10 ഉയർന്നു. ഇതോടെ 8 ഗോളുള്ള അർജന്റീനിയൻ നായകൻ ലയണൽ മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ 1-ാം സ്ഥാനത്തേക്ക് എംബാപ്പെ ഉയർന്നു. വ്യക്തിഗത നേട്ടത്തിൽ എംബാപ്പെ മുന്നിലെത്തിയെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ അതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല. ഫ്രാൻസ് തിരിച്ചുവരവിന്റെ സൂചന നൽകിയെങ്കിലും ഇംഗ്ലണ്ട് വീണ്ടും കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. മത്സരത്തിന്റെ 87-ാം മിനിറ്റിൽ സാക്ക തന്റെ ഹാട്രിക് പൂർത്തിയാക്കി ഇംഗ്ലണ്ടിന്റെ 5-ാം ഗോൾ നേടി. നിർണായക സമയത്ത് നേടിയ ഈ ഗോൾ ഫ്രാൻസിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായി. 2 മിനിറ്റിനകം ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ 6-ാം ഗോൾ നേടി വിജയത്തിന്റെ അവസാന മുദ്ര പതിപ്പിച്ചു. ഇതോടെ ഇംഗ്ലണ്ട് 6-4 എന്ന ആവേശകരമായ സ്കോറിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ലോകകപ്പിലെ 3-ാം സ്ഥാനം ഉറപ്പിച്ചു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മോശം പ്രകടനത്തിന് ശേഷം ദിദിയർ ദശാംസ് നടത്തിയ മാറ്റങ്ങളാണ് രണ്ടാം പകുതിയിൽ ഫ്രാൻസിനെ മത്സരത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. എന്നിരുന്നാലും ആദ്യ പകുതിയിൽ വഴങ്ങിയ 4 ഗോളുകളുടെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ഫ്രഞ്ച് ടീമിന് സാധിച്ചില്ല. ദശാംസിന്റെ പരിശീലക ജീവിതം തോൽവിയോടെയാണ് അവസാനിച്ചത്. അതേസമയം ക്യാപ്റ്റനായ ഡിക്ലാൻ റൈസിന്റെ മികവും സാക്കയുടെ ഹാട്രിക്കും ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ നിർണായക പ്രകടനവും ഇംഗ്ലണ്ടിന്റെ വിജയത്തിന് നിർണായകമായി. ലോകകപ്പ് കിരീടം നേടാനായില്ലെങ്കിലും 3-ാം സ്ഥാനം സ്വന്തമാക്കി ഇംഗ്ലണ്ട് ടൂർണമെന്റ് മികച്ച രീതിയിൽ അവസാനിപ്പിച്ചു. മറുവശത്ത് എംബാപ്പയുടെ ഗോൾ വേട്ട ഫ്രാൻസിന് ആശ്വാസമായെങ്കിലും 3-ാം സ്ഥാനം നഷ്ടമായത് ആരാധകർക്ക് വലിയ നിരാശയായി. ലോകകപ്പ് ഫൈനലിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി ലോക ഫുട്ബോൾ ആരാധകർ. എന്നാൽ 3-ാം സ്ഥാനത്തിനായുള്ള ഈ പോരാട്ടം ഗോൾ മഴയും ആവേശവും നിറഞ്ഞ ഒരു മത്സരമായാണ് ലോകകപ്പ് ചരിത്രത്തിൽ ഇടം നേടിയത്.